ബാളിൻ്റെ ലോകത്ത് അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ ബേസ് ഉണ്ടാക്കാൻ പോവാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടാക്കി നമ്മുടെ ടവർ ഇവിടെ ഉണ്ട്. ബേസിന് കൂടെ തന്നെ നമുക്ക് വില്ലേജിലോട്ടും പോകണം. ഇന്നലെ കണ്ടുപിടിച്ച ബോട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ ആ വില്ലേജ് എക്സ്പ്ലോർ ചെയ്തിട്ട് നേരെ പോയിട്ട് സ്പ്രൂസ് തപ്പാൻ പോവാണ്. നമ്മുടെ ബേസ് ഉണ്ടാക്കുന്നതിന് മെയിനായിട്ട് വേണ്ട മരം സ്പ്രൂസ്. അതുകൊണ്ട് സ്പ്രൂസ് തപ്പാണ്. ഈ ടവറിൽ നിന്ന് നോക്കുമ്പോൾ കുറേ ബിൽഡിങ്സ് കാണുന്ന പോലെ ആയിരിക്കും നമ്മളിനി എല്ലാം ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ബെഡ് എടുത്തിട്ട് ഞാൻ ഇറങ്ങുവാണ് നേരെ വില്ലേജിലോട്ട്. കോർഡിനേറ്റ്സ് നോക്കി പോട്ടെ. കോർഡിനേറ്റ്സ് ഓൾറെഡി സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചായിരുന്നു. ഞാനിവിടെ എത്തി. ഇവിടെ കുറെ ഫുഡ് ക്രോപ്സ് ഉണ്ട്. വീറ്റ് കൂടുതലുള്ള കുഴപ്പമില്ല. ഹേബയിൽ മൊത്തം എടുത്തേക്കാം. ഈ എപ്പിസോഡിൽ നമുക്ക് വീറ്റ് ഫാം എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ ഉണ്ടാക്കണം. സമയം കിട്ടുക അറിയില്ല. പറ്റുവാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു ഫാമും കൂടി ചെറുത് ഉണ്ടാക്കി വെക്കും നമ്മുടെ ബേസിൻ്റെ അവിടെയായിട്ട്. ഇവിടെ കുറച്ച് വില്ലേജേഴ്സ് ഉള്ളൂ, പക്ഷെ നമുക്ക് 2 വില്ലേജേഴ്സ് മതി. അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ എന്തായാലും ഇനി സ്പ്രൂസ് തപ്പാൻ പോവാ. ഇവിടെ അത്രയേ ഉള്ളൂ. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഞാൻ ചെസ്റ്റൊക്കെ കുറച്ചൊക്കെ അധികം ഊട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൽ കൂടെ പോയപ്പോഴാണ് കാണുന്നത് വില്ലേജിൻ്റെ ഒരു അംശമായിട്ട് കേവിൻ്റെ അടിയിലൊരു ഫാം ഇരിക്കുന്നു. ഓക്കെ, ഞാൻ എന്തായാലും ഇനി സ്പ്രൂസ് തപ്പി ഇറങ്ങട്ടെ. ഞാൻ പോകുന്ന വഴിക്കൊരു റൂയിൻഡ് ബോട്ടിൽ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ലൂട്ട് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതിനകത്ത് ഫുള്ള് ഗോൾഡൻ ടൂൾസ് നമുക്ക് എൻചാൻറ്റുകളുണ്ട്. ഓക്കെ, ഫോർച്യൂൺ 3 ഉള്ള ഹോ കിട്ടി. ഫോർച്യൂൺ 3 ഇത് കേഴ്സ് ഓഫ് വാനിഷിങ്, അത് നോക്കണ്ട. ഫോർച്യൂൺ 3 ഉള്ള ഹോ കിട്ടിയിട്ടുണ്ട്. അത് നല്ല കാര്യം കേട്ടോ. ഇനി അങ്ങോട്ടുള്ളതൊന്നും ഞാൻ സ്പീഡാക്കിയിട്ട് കുറച്ച് കാണിക്കുന്നില്ല. ഞാൻ എന്തായാലും അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. സ്പ്രൂസ് തപ്പി ഞാൻ അടുത്ത വില്ലേജ് കണ്ടുപിടിച്ചു. ഓക്കെ, ഒരു ബണ്ടിൽ കിട്ടി. എനിക്ക് ആദ്യമായിട്ട് ബണ്ടിൽ കിട്ടുന്നത് സർവൈവലിൽ. ഞാൻ ക്രിയേറ്റ് ചെയ്ത് നോക്കിയായിരുന്നു എങ്ങനെ വർക്കാവുന്ന. സർവൈവൽ ഞാൻ ആദ്യമായിട്ട് എനിക്ക് ബണ്ടിൽ കിട്ടുന്നത്. ഓക്കെ, ഈ സ്ഥലത്തിന് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ ഫുള്ള് ലൂട്ടും ചെയ്തിട്ട് ഇപ്പോൾ പോവാം. പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ റെൻഡർ ഡിസ്റ്റൻസ് ഫുള്ള് ഇടുവാണ്. 32 സെക്കൻഡ്സ് ആട്ടോ ഫുള്ള്. ഞാൻ ഫുള്ള് ഇട്ട് ലാഗൊന്നും ഉണ്ടാവില്ലായിരിക്കും തോന്നുന്നു. ഓക്കെ, ഒരു പ്രശ്നമില്ല. FPS ഡ്രോപ്പൊന്നുമില്ല. സ്മൂത്ത് തന്നെ, ആദ്യം ഉണ്ടായിരുന്ന പോലെ തന്നെ സ്മൂത്ത്. ചെറിയൊരു കട്ട് വരുന്നുണ്ട് തോന്നുന്നു ഇടക്ക്. ഓക്കെ, 60 FPS കിട്ടുന്നുണ്ട്. നല്ലതാണത്. അങ്ങനെ കിട്ടി. സ്പ്രൂസ് കിട്ടി. ഇതാ അവിടെ ഉണ്ട്, അങ്ങൊരു മലയിൽ. ഇവിടെ നിന്ന് കാണാം. റെൻഡർ ഡിസ്റ്റൻസ് കൂട്ടിയിട്ട് തന്നതുകൊണ്ട് പെട്ടെന്ന് കിട്ടി. ഞാൻ ആ വില്ലേജിൻ്റെ അടുത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ കണ്ടത് അത്. ഓക്കെ, ഞാൻ സ്പ്രൂസിൻ്റെ മരം മുറിച്ച് കുറച്ച് സാപ്ലിങ്സ് എടുത്തിട്ട് ഇവിടെ നിന്ന് പോകാൻ നോക്കുക. 6 സാപ്ലിങ്സ് കിട്ടി. ഇത് ധാരാളം. ഞാൻ എന്തായാലും ബേസിൽ പോട്ടെ. അങ്ങനെ ബേസിലെത്തി. മേഘം കാരണമൊന്നും കാണാൻ പറ്റുന്നില്ല ഇതിൻ്റെ മണ്ടേന്ന്. ഇവിടെ സാപ്ലിങ് നടാം. ഓക്കെ, 4 നട്ട് ബോൺ മീൽ ചെയ്ത് നോക്കാം. ഓക്കെ, അങ്ങനെ ആദ്യത്തെ സ്പ്രൂസ് മരം വളർന്ന് ഇനിയിപ്പോൾ ഇത് വെട്ടിയെടുക്കലാണ് എൻ്റെ പണി. ഓക്കെ, ഈ മരം മൊത്തം വെട്ടി. ഇനി ഇതേപോലെ കുറേ മരങ്ങൾ നട്ടത് വെട്ടി റിസോഴ്സ് ആക്കണം. സ്പ്രൂസിൻ്റെ കൂടെ എനിക്ക് ഇമ്പോർട്ടായിട്ട് വേണ്ട വേറൊരു സംഭവമാണ് ഡീപ് സ്ലേറ്റ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ കുന്നിന് താഴെ മൈൻ ചെയ്തതാ ഇപ്പം തന്നെ 165 രൂപയ്ക്ക്. താഴെ മൈനസ് ഒരു 20 പോയാലേ ഡീപ് സ്ലേറ്റ് കിട്ടുള്ളൂ. ഞാൻ എങ്ങനെ അങ്ങോട്ട് പോകുന്നു? ഇത് സിമ്പിളാണ്. ഞാൻ ആ കേവിൽ പോയി. ഞാൻ വരുന്ന വഴിക്ക് കണ്ടത് ആ കേവ്. അപ്പോൾ ആ കേവിൽ പോയിട്ട് അവിടെ നമ്മൾ ഡീപ് സ്ലേറ്റ് എടുക്കും. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ആ കേവിൻ്റെ ഇപ്പുറത്ത് ഈ ഒരു കേവ് ഉണ്ട്. ഈ കേവ് ആകുമ്പോൾ നമുക്ക് അകത്തോട്ട് കയറി ഇച്ചിരി സിമ്പിളാണ്. മറ്റേത് ഇങ്ങനെ വഴിയൊന്നുമില്ല അധികം. അപ്പോൾ ഇതിലോട്ട് പോവാം നമുക്ക്. കുറച്ച് ഡിപ്പ് സ്റ്റോണൊക്കെ മൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ചേവിടെ ഞാൻ ടോർച്ച് എടുക്കാൻ പറഞ്ഞു. ഞാൻ പോയിട്ട് ടോർച്ച് എടുത്തിട്ട് വേഗം വരാം. ടോർച്ചിൻ്റെ കൂടെ ഞാനൊരു ബക്കറ്റ് കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് വെള്ളം എടുക്കാൻ വന്നേക്കുക. ഇപ്പം തോന്നുന്നു ഈ കേവ് പോകുന്നത് നല്ലതെന്ന്. അപ്പോൾ നമുക്ക് ഈ കേവ് പോവാം. അതിൻ്റെ ഉള്ളൊരു ക്രീപ്പർ ഓടാ. ഈ കേവിനും അത്യാവശ്യം നല്ല താഴ്ചയുണ്ട്. ഓക്കെ, ഇവിടെ കുറച്ച് ഡീപ്പ് സൈസ് ഉണ്ട്. ഇത് മൊത്തം ഞാൻ മൈൻ ചെയ്തെടുക്കട്ടെ. കയറി വന്ന രാക്ഷസിൻ്റെ കൂട്ടിലായി പോയി. എനിക്ക് മുള്ളാൻ മുട്ടുന്നു. ഞാൻ എന്തായാലും ഇവിടുന്ന് പോട്ടെ. ഇപ്പം ഞാൻ കൊന്ന സോംബി കാരണമാണ് ഈ ഡയമണ്ട് കിട്ടി. അവനെ കൊല്ലാൻ വേണ്ടി ഞാൻ ഇവിടം വരെ വന്നു. അപ്പോഴാണ് ഈ ഡയമണ്ട് ഉണ്ട്. ആദ്യത്തെ ഡയമണ്ട്. ഞാൻ ഇനി കുറച്ച് ഡീപ് സ്ലേറ്റ് മൈൻ ചെയ്തിട്ട് പോകുന്നുള്ളൂ. എന്നിട്ട് നിങ്ങൾക്ക് കാണിക്കാം. അങ്ങനെ ബേസിലെത്തി. ഇപ്പോഴത്തെ നമ്മുടെ വെർഷനിൽ കോപ്പർ ടൂൾസ് ഉള്ളതായിരുന്നു ഞാൻ മറന്നു. ഓക്കെ, ഞാനൊരു ആക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് കോപ്പറിൻ്റെ. ഇനി ഈ ആക്സ് വെച്ചിട്ട് ആ മരം അങ്ങ് മുറിക്കട്ടെ. ഇനി വേണം ഡീപ് സ്ലേറ്റ് ബ്രിക്സ് ആണ് എനിക്ക് വേണ്ടത് വീടിനുണ്ടാക്കാൻ. അതങ്ങനെ ഉണ്ടാക്കി വീണ്ടും പോയി മരം മുറി തന്നെ പണി. ഞാനിപ്പോഴാണ് ചിന്തിച്ച് ഞാനെന്തൊരു മണ്ടനാണ്. കാരണം ഞാൻ ഇവിടെ ഉണ്ടാക്കിയാൽ ടവർ കാണുമല്ലോ. കാരണം ടവറിൻ്റെ മുന്നിൽ ഉണ്ടാക്കി ടവർ ഇങ്ങനെ വരെ കാണും. ടവറിൻ്റെ റൂഫ് മാത്രമേ കാണുള്ളൂ. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ച് ഞാൻ എന്താ ഈ കുന്നിൽ ഉണ്ടാക്കാൻ പോവാ. ഇതിൻ്റെ ഇപ്പം തന്നെ ഉണ്ടാക്കൂല. ഞാൻ ഇത് പ്ലെയിൻ ആക്കാൻ പോകും. ഇതിൻ്റെ മണ്ടേ കയറിയിട്ട് ഇച്ചിരി പാടുപെട്ട പണിയാണ്, പക്ഷെ ഇതേ വഴിയുള്ളൂ. അപ്പോൾ ഞാൻ എന്തേ പോയി ഇതാ വരാം. ഞാൻ എന്താ അവിടെ പ്ലെയിൻ ആക്കുകയും ചെയ്ത് ഇവിടെ സ്റ്റെപ്പും വെച്ച്. ഇനി ഇവിടെ സ്റ്റെയർസ് വെക്കണം. അതും അങ്ങനെ മൊത്തത്തിൽ വെച്ചാൽ ഇതെന്ത് ഇങ്ങനെ. ഓക്കെ, ഇങ്ങനെയാണ് ഞാൻ പ്ലെയിൻ ആക്കിയേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ബേസ് ഉണ്ടാക്കാനുള്ള സ്ഥലവും സാധനങ്ങളും ആയിട്ടുണ്ട്. ഇനി ബേസ് ഉണ്ടാക്കിയാൽ മാത്രം മതി. ഞാൻ എന്താ ഇവിടെ ലേ ഔട്ട് വരച്ചിട്ടുണ്ട് ബേസിൻ്റെ. ഇനിയിപ്പോൾ ഉണ്ടാക്കി തുടങ്ങിയാൽ മതി. അപ്പോൾ ഞാൻ എന്തായാലും ഉണ്ടാക്കട്ടെ. കുറച്ച് നേരം ഞാൻ മാത്രം ടൈം ലാപ്സ് ആയി കാണിക്കാം. റീപ്ലേ മോഡ് ഇല്ലാത്തതുകൊണ്ടാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ടവർ ഉണ്ടാക്കുന്ന പോലല്ല ഈ ബേസ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരാത്തത് നിങ്ങൾക്ക്. കഴിഞ്ഞ എപ്പിസോഡിൽ ടവർ ഉണ്ടാക്കുന്ന പറഞ്ഞ പോലെ.
ആൻഡസൈറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, ഞാൻ ഇപ്പോഴും ഓർത്ത്. അപ്പോൾ ഞാൻ ആൻഡസൈറ്റ് എടുക്കാൻ വേണ്ടി ഇവിടെ വന്നേക്കുവാണ് കേവിൽ. ഓക്കെ, ആൻഡസൈറ്റുള്ള സ്ഥലം കിട്ടി. ഞാൻ മൊത്തം കുറേ മൈൻ ചെയ്തെടുക്കട്ടെ. ആൻഡസൈറ്റ് എടുത്ത് ഞാൻ ബേസിലെത്തി. ഞാൻ ബാക്കി ഉണ്ടാക്കാൻ പോട്ടെ. ഇതാണ് എൻ്റെ സ്കിന്ന്, ബെഡ് റോക്ക് ബാലൻ്റെ സ്കിന്ന്. ഇതെന്താ 1.21.10 കാണിക്കാത്ത വെച്ചാൽ ഒപ്റ്റിഫൈൻ ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല. ഞാൻ ശരിക്കും ക്രാക്ക്ഡ് മൈൻക്രാഫ്റ്റാണ് ഉപയോഗിക്കുന്നത്. ഇത് ടി ലോഞ്ചർ, മൈൻക്രാഫ്റ്റ് ലോഞ്ചർ അല്ലാത്ത വേറെ ലോഞ്ചറായിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ ടി ലോഞ്ചർ സ്കിന്ന് കാണണമെങ്കിൽ എല്ലാ വെർഷനിലും അപ്പം തന്നെ കിട്ടൂല, കുറച്ച് കാലം കഴിയും. അപ്പോൾ ഞാനിപ്പോൾ ഇതിലുള്ള 1.21.8 അപ്പോൾ അതുകൊണ്ടാണ് സ്കിന്ന് കാണാത്തത്. കഴിഞ്ഞ വീഡിയോൻ്റെ കമൻറ്റിൽ ഒരാൾ ഇട്ടായിരുന്നു സ്കിന്നിടാത്തത് എന്താണെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ 1.21.8 തന്നെ കളിക്കേണ്ടി വരും. അത് നിങ്ങൾ പറ, സ്കിന്ന് കാണണമെങ്കിൽ 1.21.8 കളിക്കണം. നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ 1.21.10 8 മാറിക്കോളാം. ഓക്കെ, ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ വേൾഡിൽ കയറിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഞാൻ കുറേ ഭാഗങ്ങൾ സ്പീഡാക്കി കാണിച്ചില്ലായിരുന്നു, കാരണം എന്ന് വെച്ചാൽ ലെങ്ത് കൂടേണ്ട വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ബേസ്. അധികം ഡീറ്റെയിൽസ് ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. റൂഫ് ഇതാ ഇങ്ങനെയാണ് ഉണ്ടാക്കിയേക്കുന്നത്, സൈഡ് ഇങ്ങനെയും. ബാക്കിൽ അത്ര ഡീറ്റെയിൽസ് കൊടുക്കാൻ നിന്നില്ല, കാരണം സമയം കിട്ടിയില്ല മര്യാദയ്ക്ക്. ഈ സൈഡ് അങ്ങനെ അത്രയ്ക്കൊന്നുമില്ല. ഇനി എൻ്റെ ബേസിൻ്റെ ഒരു 360 വീഡിയോ കണ്ടിട്ടോ. ഇനി അകത്ത് കയറാം. ഫസ്റ്റ് ഫ്ലോറിൽ എന്താ ചെയ്യേണ്ടത് എൻ്റെ മൈൻഡിലില്ല. ഇതാണ് സെക്കൻഡ് ഫ്ലോർ. ഇവിടെ ഒരു സ്റ്റോറേജ് റൂം ആക്കാന്നാണ് എൻ്റെ മൈൻഡിൽ ഇപ്പോൾ ഉള്ളത്. ഇതാണ് ഫൈനൽ ഫ്ലോർ. ഇവിടെയാണ് എൻ്റെ ബെഡ്റൂം വരുന്നത്. ഞാൻ പിന്നെ ബേസ് ബിൽഡ് ചെയ്യുമ്പോൾ വീണ്ടും മറ്റേ പില്ലേജേഴ്സ് വന്നു. അപ്പോൾ അവന്മാരെ വീണ്ടും കൊന്ന് എനിക്കിപ്പോൾ മൊത്തത്തിൽ 4 പോർഷനും മറ്റേ ബാനറും ഉണ്ട്. ഇവന്മാരെ കുറിച്ച് പറഞ്ഞുള്ളൂ, അപ്പോഴത്തേക്ക് ഇതാ വീണ്ടും എത്തി. ഇവിടെ എവിടെയോ അടുത്തൊരു വില്ലേജർ ഔട്ട് പോസ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഇവന്മാർ ഇങ്ങനെ വരുന്നത്. ഞാൻ എന്തായാലും ഇവന്മാരൊന്ന് കൊല്ലട്ടെ. ടവറിൽ നിന്ന് എത്തി വലിഞ്ഞ് നോക്കിയാലേ ബേസ് കാണുള്ളൂ. എന്നാലും കുഴപ്പമില്ല, എനിക്ക് ബേസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ മലയിൽ ഉണ്ടാക്കിയത്. പറഞ്ഞ പോലെ ഈ എപ്പിസോഡിൽ ബേസ് ഉണ്ടാക്കി. ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഫുഡിനുള്ള എന്തെങ്കിലും ഒപ്പിച്ചിട്ട് ഞാൻ ഇനി എന്തെങ്കിലും ബിൽഡ് ചെയ്യുള്ളൂ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വരാം. ബൈ ബൈ.